എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 1ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് ടേം ഭാഗത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം 1. ഒരു മരം വരച്ചിട്ടുണ്ട്, 3 പറവകളെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം കണ്ടിട്ട് കുട്ടികൾക്ക് എന്താണ് അവിടെ എഴുതാൻ തോന്നിയത്? നമ്മൾ പറവകൾ പാറി എന്ന പാഠപുസ്തകത്തിൽ നിന്നായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെയാണ്? പറവകൾ പിന്നെ ഡാഷ് എന്ന് എഴുതുമ്പോൾ എന്ത് എഴുതണം? ആ പറവകൾ എന്താ ചെയ്യണേ? പറന്ന് വരികയാണ് അല്ലേ? പാറി, പറവകൾ പാറി എന്ന്. അപ്പോൾ പാറി എന്നുള്ളത് നിങ്ങളവിടെ എഴുതണം. അതുപോലെ തന്നെ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് ആ മരത്തിന് നമ്മൾ കളർ കൊടുക്കണം. ആ ചില്ലകൾക്കൊക്കെ ഏത് കളറാണ് കൊടുക്കുക? പച്ച കളർ കൊടുക്കണം അല്ലേ? പിന്നെ മരത്തിൻ്റെ തടിക്കൊക്കെ ഏത് കളർ കൊടുക്കും? ബ്രൗൺ കളറാണ്. അങ്ങനെ കൊടുത്ത് പറവകൾക്ക് നല്ല ഭംഗിയുള്ള കളർ, നിങ്ങൾക്കറിയാവുന്ന പറവകളുടെ കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കണം കേട്ടോ. അടുത്തത് പ്രവർത്തനം 2, നിറം നൽകൂ. ഒരു തത്തയുടെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിൽ എന്താണ്? താന, തീന, താന. പിന്നെ അതിൻ്റെ അടിയിൽ എന്താണ്? താനാന്ന് എഴുതിയിട്ട് ഒരു ഡാഷ് ഉണ്ട്, തനു എന്ന് എഴുതിയിട്ട് ഡാഷ് ഉണ്ട്. അപ്പം നമ്മൾ തത്തയ്ക്ക് പച്ച കളർ കൊടുക്കുക, ചുണ്ടിന് ചുവപ്പ് കളർ കൊടുക്കുക, കണ്ണിന് കറുപ്പ്, മരത്തിനൊരു ബ്രൗൺ കളർ കൊടുക്കുക അല്ലേ? അപ്പോൾ തത്തയുടെ കളറെങ്കിൽ നമ്മൾ കൊടുക്കണം. ക്രയോൺ ഉപയോഗിച്ച് തത്തയ്ക്ക് കളർ കൊടുക്കണം. ഇനി അവിടെ എന്താ പറഞ്ഞേക്കണേ? തന, തീന, താന. അതിൻ്റെ അടിയിലോ താന എന്ന് പറഞ്ഞാൽ ഡാഷ് ഇട്ടേക്കാണ്. തനു എന്ന് പറഞ്ഞാൽ ഡാഷ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പഠിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാ? തന, തന, താന, തനു, തീന, താന അല്ലേ? അത് നമ്മൾ എഴുതണം. എഴുതാനായിട്ട് നമ്മൾ ആ ബോക്സിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. തന, തന, താന, തനു, തീന, താന. നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൽ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കാണുന്ന ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ അതേപോലെ ഈ ഇതെന്ന് ബോക്സിൽ നിന്ന് എടുത്ത് എഴുതുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചിത്രം തന്നാൽ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതുകയോ വേണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം 3, പൂർത്തിയാക്കൂ. എന്താണ്? പട 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 ഡാഷ് കലപില ഡാഷ്. അപ്പോൾ എന്താണ്? പട 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 പട. അതെന്ത് ശബ്ദമാണ്? പറവകൾ പാറുന്ന ശബ്ദം അല്ലേ? അപ്പോൾ പറവകൾ പാറി. പട 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 പറവകൾ പാറി. നമ്മൾ ആ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? പറവകൾ പാറുന്ന ചിറകടിക്കുന്ന ശബ്ദമാണ് പട 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 പറവകൾ പാറി. അപ്പോൾ ആ ഡാഷ് ഇട്ട് കൊടുത്ത് എന്ത് എഴുതണം? പറവകൾ പാറി. തെറ്റാതെ അത് എഴുതണം. പിന്നെന്താ? കലപില ഡാഷ്. കലപില എന്ന് പറയുന്നത് എന്താണ്? കലപില കലപില എന്ന് പറവകൾ പാട്ട് പാടുന്ന ശബ്ദം അല്ലേ? അപ്പോൾ കലപില ഡാഷ് ഇട്ടോടുത്ത് എന്ത് എഴുതണം? കലപില കലപില പറവകൾ പാടി. ആ ഡാഷ് ഇട്ടോടുത്ത് അത് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം 4, പൂരിപ്പിക്കാം. ഒരു കുട്ടിയും പിന്നെ ഒരു അച്ഛനും നിൽക്കുന്നുണ്ട് അല്ലേ? പറവകളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പറവ അവിടെ നിന്നിട്ട് എന്ത് നിറം താ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അവിടെ എന്താണ് നമ്മൾ ഉത്തരം എഴുതുക? നിറം താ എന്ന് പറവ കാണിക്കുന്നിടത്ത് ആ പറവയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഒരു കളർ കൊടുക്കണം അല്ലേ? ക്രയോൺ ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ അതിനൊരു കളർ കൊടുക്കുക. കുട്ടി എന്താവും പറവേനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? എന്താവും? തൂവലു താ, തൂവലു താ. അവിടെ നിറം താ എന്നല്ല എഴുതണ്ടേ? എന്താണ്? തൂവലു താ, തൂവലു താ എന്ന് പറവോട് ചോദിക്കുന്നത് കുട്ടി അവിടെ എഴുതണം. തൂവലു താ, തൂവലു താ എന്ന് 2 പ്രാവശ്യം എഴുതിയിടുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേം മിഡ് ടേം പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബായ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.